നമസ്കാരം, കിളിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെയ്പത്തിരിയാണ്. ഇത് നമുക്ക് വൈകുന്നേരം ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. 1 കപ്പിന് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ വെള്ളത്തിൽ നമ്മൾ ആദ്യം പൊടി വാട്ടിയെടുക്കാണ്ട് ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ്. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ഇത് ഞാനൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 3 ചെറിയുള്ളി. ഇതൊന്ന് മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി, അരയ്ക്കണ്ട. ഇനി ഇത് നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ എള്ള് കൂടി ചേർക്കുന്നുണ്ട്. ഇത് ചൂടോടെ തന്നെ കുഴച്ചെടുക്കണം, എന്നാലും നല്ല മയത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. ചെറുതായി ഇടയ്ക്കിടയ്ക്ക് കൈ നനച്ചിട്ട് ഇത് ചൂടോടെ കുഴച്ചെടുക്കാം. ചതച്ച് വെച്ച തേങ്ങയും എള്ളും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂൺ മൈദ കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം നന്നായി കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇത്തിരി മൈദമാവ് തൂവിയിട്ട് ഈ മാവ് ഒന്ന് പരത്തിയെടുക്കാം. അല്പം കനത്തിൽ തന്നെ പരത്തിയെടുക്കണം. അതിനുശേഷം നമ്മൾ ചെറിയ പത്തിരിയായിട്ട് പരത്തിയെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് നീളത്തിൽ പരത്തിയിട്ട് അതിൽ നിന്ന് ഒരു ഗ്ലാസ് എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഓരോ പത്തിരിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. തീരെ കനവും കുറവും പാടില്ല, നല്ല കനവും പാടില്ല. ഏകദേശം ഇതുപോലെ മുറിച്ചെടുക്കാം. അപ്പോൾ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുറം ഭാഗം കരിഞ്ഞു പോകും, ഉള്ളു നന്നായി വേവില്ല. ഓരോ സൈഡ് ആയിക്കഴിഞ്ഞാൽ തിരിച്ചും മറിച്ചിട്ടിട്ട് ഇത് നന്നായി മൂപ്പിച്ചെടുക്കാം. ഇത് നമ്മൾ കറി ചേർത്തിട്ടും കഴിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ എടുക്കാം. ഇത് ഞാൻ ചായക്കൊപ്പം കഴിക്കാൻ വേണ്ടി, കാരണം ഒന്നുകൂടി നന്നായി മുരിച്ചെടുത്തതാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്